മലപ്പുറം ഒതായി മനാഫ് വധക്കേസ് ഒന്നാം പ്രതി മാലങ്കാടൻ ഷെഫീഖിന് ജീവപര്യന്തം തടവ്. ഷെഫീഖിന് 1 ലക്ഷം രൂപ പിഴയും മഞ്ചേരി അഡീഷണൽ സെക്ഷൻ കോടതി ചുമത്തി. 1 ലക്ഷം രൂപ മനാഫിന്റെ സഹോദരി ഫാത്തിമയ്ക്ക് നൽകണമെന്ന് കോടതി വിധിച്ചു. കൂടുതൽ വിവരങ്ങൾ ജമാൽ മംഗലശ്ശേരി നൽകും. ജമാൽ മംഗലശ്ശേരി, എന്തെല്ലാമാണ് ഈ വിവരങ്ങൾ? 1995 ഏപ്രിൽ 13 ലീഗ് പ്രവർത്തകനായ മനാഫിനെ പിതാവിന്റെ മുൻപിൽ വെച്ച് മനാഫിനെ കൊല്ലപ്പെട്ടത്. 30 വർഷത്തിന് ശേഷം ഇന്നലെയാണ് ഈ പ്രസ്താവന ഉണ്ടായത്. ഒന്നാം പ്രതിയായ ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. ഇപ്പോൾ ഇന്ന് ശിക്ഷാവിധിയും പുറത്തു വന്നു. ഒന്നാം പ്രതിയായ മാലങ്ങാടൻ ഷെഫീഖിന് ജീവപര്യന്തം തടവാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചത്. 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. ഈ പിഴത്തുക കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരി ഫാത്തിമയ്ക്ക് നൽകണമെന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. പ്രധാനമായി ഈ ഷെഫീഖ് PV അൻവറിന്റെ സഹോദരിയുടെ പുത്രൻ കൂടിയാണ്. ആകെ ഈ കേസിൽ 26 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 21 പേരെ പ്രധാന സാക്ഷി കൂറുമാറിയത് പിന്നാലെ ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 4 പേരാണ് കഴിഞ്ഞ ദിവസം പ്രതികളായി ഉണ്ടായിരുന്നത്. അതിൽ 3 പേരെ കോടതി ഇന്നലെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഒരാളാണ് പ്രധാനമായും ഒന്നാം പ്രതിയായി ഷെഫീഖാണ് കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു. 1995 ഏപ്രിൽ 13 ഈ ഒരു കൊലപാതകം നടന്നത്. ഒതായി അങ്ങാടിയിൽ വെച്ച് പിതാവിന്റെ മുൻപിൽ വെച്ച് ആയിരുന്നു കൊലപാതകം ഉണ്ടായത്. യൂത്ത് ലീഗ് പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറും ആയിരുന്ന മനാഫ് ഭൂമി സംബന്ധമായ തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. കൂട്ടമായി നിന്ന ആൾക്കൂട്ടത്തിൽ വെച്ചാണ് കുത്തിക്കൊലപ്പെടുത്തി എന്ന കേസ് ഉണ്ടായിരുന്നത്. ഏതായാലും 30 വർഷത്തിന് ശേഷമാണ് ഇതിനൊരു ശിക്ഷാവിധി വരുന്നത്. ജമാൽ മംഗലശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. 30 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു വിധി പ്രസ്താവന ഉണ്ടാകുന്നത്. ജമാൽ മംഗലശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. 30 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു വിധി പ്രസ്താവന ഉണ്ടാകുന്നത്. 71 ന്യൂസ് ബ്യൂറോ.